ഇനി വോട്ടെണ്ണാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ദിവസം കൂടുന്തോറും കൂടുതൽ മന്ത്രിമാരുടെ പേര് തോൽക്കുന്നവരുടെ പട്ടികയിലേക്ക് എഴുതി ചേർക്കേണ്ട ഒരവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കല്ല, CPM ആണ് ഇപ്പോൾ എഴുതി ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന പി രാജീവിൻ്റെ കാര്യത്തിലും അവർക്ക് പ്രതീക്ഷ കൈവിട്ട ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് CPM അവരുടെ പല നിഗമനങ്ങളും പുറത്തേക്ക് വിടുന്നത്. പാർട്ടി കമ്മിറ്റികൾ ചേർന്നിരുന്ന് അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 5 പേരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ മന്ത്രിമാരായിരുന്നു അവർ. ചിലപ്പോൾ ഇപ്രാവശ്യം തോറ്റുപോയേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വളരെയധികം കുറവായിരിക്കാം. ചെറിയ നാരോ മാർജിനിലായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് CPM തന്നെ അവകാശപ്പെടുന്ന കുറച്ച് മന്ത്രിമാരാണ്. ആ മന്ത്രിമാരുടെ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കിടക്കുന്നത് വി ശിവൻകുട്ടിയുടെ പേരാണ്. നിയമം. അപ്പോൾ നിയമത്തെ പറ്റി നമുക്കറിയാം. നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. രാജീവ് ചന്ദ്രശേഖരനും അതേപോലെ തന്നെ ശബരിനാഥനും ശിവൻകുട്ടിയും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ്. കേരളത്തിൽ തന്നെ STPI വിവാദം ആദ്യമുണ്ടായൊരു മണ്ഡലമാണ്. STPI വോട്ടുകൾ പരസ്യമായിട്ട് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞൊരു മണ്ഡലം കൂടിയാണ് നിയമം. പക്ഷെ ആ വോട്ട് വേണ്ടെന്ന് വെക്കില്ല എന്ന് ശിവൻകുട്ടി പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതെ, ആര് തന്നാലും ആര് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും എന്നൊരവസ്ഥയിലാണ്. അല്ല, ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ മറ്റൊരു വിഷയം അത് തന്നെയാണ്. STPIയുടെ വോട്ട് തേടുന്ന CPMൻ്റെ ഗതികേടാണ് നമ്മൾ ഈ സമയത്ത് കാണുന്നത്. പക്ഷെ അവിടെ UDFൻ്റെ ഒരു സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അത് തന്നെയായിരുന്നു VD സതീശൻ്റെ നിലപാട്. VD സതീശൻ്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഞങ്ങളുടെ വോട്ട് തരുത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് STPI പോയി. അവസാനം LDFന് പിന്തുണ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ CPMൻ്റെ കണക്ക് പ്രകാരം വി ശിവൻകുട്ടി നേമത്ത് തോറ്റേക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വി ശിവൻകുട്ടി 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് CPM പറയുന്നു. അങ്ങനെയായിരുന്നു കുറച്ച് 2 ദിവസം മുമ്പ് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ 5000 മുതൽ 16000 വോട്ട് വരെ ഭൂരിപക്ഷം ഉണ്ടാവും. ശബരിനാഥൻ്റെ കാര്യത്തിലാവുമ്പോൾ 4500 മുതൽ 5000 വരെ വോട്ടുകൾ നേടുമെന്ന ഒരു കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ ശബരിനാഥൻ്റെ ഒരു കേസിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇടത് ഭരണത്തിൽ സഹികെട്ട, അതായത് താല്പര്യമില്ലാത്ത സഖാക്കൾ വരെ ശബരിനാഥനെ തിരഞ്ഞെടുക്കും. അതുമാത്രമല്ല, BJPയിൽ നിന്ന് പോയ വ്യക്തികളുടെയും പിന്നെ സ്ത്രീജനങ്ങൾ കൂടാതെ യുവാക്കളുടെ എല്ലാം വോട്ട്, ആ ഒരു വോട്ട് ശബരിനാഥന് അനുകൂലമാവും. അല്ല, ഈ നേമത്തെ വിഷയം ഞാൻ തിരുവനന്തപുരത്തുള്ളൊരു സഖാവിനോട് ചർച്ച ചെയ്തപ്പോൾ അവർ ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറല്ല. പാർട്ടി കോട്ടയാണ് നിയമവും കഴക്കൂട്ടുമൊക്കെ പാർട്ടി കോട്ടയാണ്. ഇനി എത്രയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ശിവൻകുട്ടി അവിടെ വിജയിക്കുക എന്നുള്ള സഖാക്കന്മാരുടെ ഒരു കോൺഫിഡൻസ്. പക്ഷെ നിയമം സ്ഥിരമായിട്ട് ഒരാൾ ഇരുത്തിയിട്ടില്ല ഇതുവരെ. 2016 അല്ല, BJPക്കാരനായ O രാജഗോപാലിന് സീറ്റ് കിട്ടി. 2021 തെരഞ്ഞെടുപ്പിൽ ആ ഒരു അക്കൗണ്ട് ശിവൻകുട്ടി പൂട്ടിച്ചു. ചിലപ്പോൾ ശിവൻകുട്ടിയുടെ അക്കൗണ്ടായിരിക്കും കേസ് ശബരിനാഥൻ പൂട്ടാൻ പോകുന്നത്. അതെ, ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പോകുന്നത്, ഇപ്പോൾ BJPയുടെ നിലവിലത്തെ അവരുടെ ഒരു അനാലിസിസ് പ്രകാരം BJPക്ക് 0 സീറ്റുകളായിരിക്കും. സംഭൂജിതമായിട്ട് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് BJPക്കുള്ളത്. അതായത് നിയമം പോലും BJPക്ക് കിട്ടത്തില്ല. LDFൻ്റെ കണക്കുകൂട്ടൽ പ്രകാരമാണെങ്കിൽ നിയമം LDFനും കിട്ടാൻ സാധ്യതയില്ല എന്നൊരു കണക്കിലേക്ക് അവർ വരുന്നു. അങ്ങനെയാവുമ്പോൾ പിന്നെ അവിടെ ആർക്കാണ് സാഹചര്യം? ശബരിനാഥനാണ്. അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ശബരിനാഥിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് എത്തുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ UDF മുന്നേക്ക് കടന്നു വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു റൂമർ പരത്തുക, അതേപോലെ തന്നെ അത് ആ ഒരു ജനങ്ങൾ സമ്മതിക്കില്ല. ആ ഒരു ജനങ്ങൾ, ആ ഒരു നാട്ടുകാർ അല്ലെങ്കിൽ കേരളം തന്നെ ഒട്ടാകെ സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. അല്ല, 2016 നമ്മൾ കണ്ടതാണ്. O രാജഗോപാൽ വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിനെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിയമത്തെ പറ്റി അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്താണ് അവിടുത്തെ സാഹചര്യം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നീടുള്ള മണ്ഡലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി രാജീവിൻ്റെ കളമശ്ശേരി മണ്ഡലമാണ്. കളമശ്ശേരി മണ്ഡലം വളരെ, ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കളമശ്ശേരിയും കൂടെ CPMന് കൈ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു UDF തരംഗം തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. കാരണം കളമശ്ശേരിയിൽ
പി രാജീവിന് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടെ UDF വിജയിക്കുന്ന സാഹചര്യമാണ് വരുന്നതെങ്കിൽ മനസ്സിലാക്കുക, അവിടെ വലിയൊരു UDF തരംഗമാണ് കേരളത്തിൽ മുഴുവൻ വരാൻ പോകുന്നത്. കാരണം ബാക്കി ഒരു സീറ്റും ഇല്ലല്ലോ, പിന്നുള്ളത് വൈപ്പിൻ സീറ്റും കൂടാണ്. കളമശ്ശേരി പോവുകയാണെങ്കിൽ വൈപ്പിനും പോവും സ്വാഭാവികമായി. ഒരു സ്ട്രോങ് കോട്ട എന്ന് വേണമെങ്കിൽ കളമശ്ശേരി ഇതാക്കാം. അതെ പറയാം. ഇപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ ഏകോപിച്ചു. ഇപ്പോൾ കളമശ്ശേരിയിലാണെങ്കിലും CPM-ന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. തൃത്താലയും അതുപോലെയാണ്. തൃത്താല MP രാജേഷ്, അവിടെ എല്ലാം നടക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു? ക്രൈസ്തവ വോട്ടുകൾ. ഇലക്ഷൻ മുമ്പിട്ട് നമ്മൾ കണ്ടതാണ് FCRA വിവാദങ്ങളൊക്കെ വന്നതും ഇവിടുത്തെ പള്ളികൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത്, ക്രിസ്തീയ സഭകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം ഏകദേശം UDF-ന് അനുകൂലമായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ വോട്ടുകൾ എവിടേക്ക് മറിയുന്നു? ഇത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റ്യൻ തോറ്റുപോകുമെന്നൊരു നിഗമനം LDF-ൽ നിന്നും ഉണ്ടാകുന്നു. അതേപോലെ തന്നെ MP രാജേഷ് തൃത്താല, അതുപോലെ V അബ്ദുൾ റഹ്മാൻ, അദ്ദേഹം തിരൂരിൽ നിന്നുള്ള, അപ്പോൾ അദ്ദേഹവും തോൽക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ 5 പേരുകളാണ് LDF-ൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന 5 മന്ത്രിമാരുടെ പേരുകൾ. ഇവർ 5 പേരും തോൽക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കുറയാനുള്ള നാരോ മാർജിനൽ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. ഒരുപക്ഷെ സാധാരണ എതിരാളികൾക്ക് പോലും അല്ലെങ്കിൽ UDF-ന് പോലും ഈ MP രാജേഷ് അല്ലെങ്കിൽ P രാജീവ് അവർ തോൽക്കുമെന്ന് അല്ലെങ്കിൽ അവർ തോൽക്കുമെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥാനത്താണ് CPM തന്നെ പറയുന്നു ഇവർ ഒരു പക്ഷേ തോറ്റേക്കാം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇടിഞ്ഞേക്കാം എന്ന് പറയുന്നത്. അല്ല, ഞാൻ MP രാജേഷിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. കാരണം തൃത്താലയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VT ബൽറാമിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു അവിടുത്തെ CPM-നുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം അവിടുത്തെ അവരുടെ AKG ഒക്കെ ഒരു പ്രസംഗത്തിനിടയിൽ പറയുന്നൊരു സാഹചര്യമുണ്ടായി. അത് വലിയ രീതിയിൽ അന്ന് എഫക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഏകദേശം 10,000 വോട്ടിനാണ് അവിടെ MP രാജേഷ് വിജയിക്കുന്ന സാഹചര്യമുണ്ടത്. പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ UDF-ന് കഴിയും. അവിടെ നമ്മുടെ തൃത്താലയിലെ മുൻ MLA ആയിട്ടുള്ള VT ബൽറാം, അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പോൾ 5 പേരുകൾ CPM പറഞ്ഞു. പക്ഷേ CPM പറയാത്ത, പക്ഷേ ജനവികാരം കൃത്യമായിട്ട് നമുക്ക് പ്രതിഫലിക്കാൻ കഴിയുന്ന കുറച്ച് മണ്ഡലം കൂടിയുണ്ട്. ആ മണ്ഡലങ്ങളിൽ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാനന്തവാടി OR കേളു, അദ്ദേഹത്തിനും തോൽവി ഏറ്റുവാങ്ങാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ KN ബാലഗോപാൽ. അപ്പോൾ KN ബാലഗോപാൽ കൊട്ടാരക്കര ധനമന്ത്രിയാണ്. KN ബാലഗോപാൽ എങ്ങനെ തോൽക്കുമെന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. ആ ഐഷ പോറ്റിയാണ് ബാലഗോപാലിനെതിരെ മത്സരിക്കുന്നത്. 2021 ബാലഗോപാൽ മത്സരിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകൾ കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, 2021 ഇലക്ഷനിൽ ബാലഗോപാലിന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഐഷ പോറ്റി അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ അതെ, അദ്ദേഹത്തിന്റെ ആ വിജയ സാധ്യത ഏറ്റവും പിന്നിലാണെന്ന് തന്നെ പറയാം. പിന്നിലാണെന്നല്ല, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചില NSS, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ 2021 ബാലഗോപാലിനെ അനുഗ്രഹിച്ചു വിട്ട അല്ലെങ്കിൽ ബാലഗോപാലിനൊപ്പം നിന്നുള്ള പല NSS യൂണിറ്റുകളും ഐഷ പോറ്റിക്കാണ് ഇപ്രാവശ്യം വോട്ട് കൊടുക്കാൻ ഡയറക്റ്റ് ആയിട്ട് ആഹ്വാനം ചെയ്യുന്ന, അതും ഇലക്ഷന്റെ തലേന്ന് തന്നെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ ഒരു വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് സ്വാഭാവികമായിട്ടും NSS-ന് മുഴുവൻ ചർച്ചയായി. ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ബാലഗോപാലിന് വോട്ട് ചെയ്യണോ ഐഷ പോറ്റിക്ക് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ ഇരുന്ന പല ആളുകൾക്കും അത് അവസാനം ഐഷ പോറ്റിയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എത്തി. അപ്പോൾ ഞാൻ അവിടെ ചില ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്, ഒന്ന് KN ബാലഗോപാലുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഒന്ന് മാറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ NSS-മായി നിൽക്കുന്ന പല ആളുകളുടെയും മനസ്സിൽ ഈ സർക്കാർ ഒന്ന് മാറി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല ആളുകൾ. ഇലക്ഷന് മുമ്പ് NSS-ന്റെ ഈ ഒരു ഇടത് സർക്കാർ മാറി വരണം എന്നുള്ള അവരുടെ ഒരു ചിന്ത അത് പ്രകടമായിരുന്നു. അതെ, അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ
ശബരിമല വിഷയം തന്നെ ഉണ്ടായ സമയത്ത് NSS എടുത്തുള്ള പല നിലപാടുകളും NSS ഉള്ളിലുള്ള ആളുകൾക്ക് തൃപ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഭരണം ഒന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള പല ആളുകളും ഏകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ അതൊരു കൺസോൾട്ടേഷനായിട്ട് കൊട്ടാരക്കരയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഐഷ പോറ്റിക്ക് എല്ലാ പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി, ജനങ്ങളുടെ പിന്തുണ പോലും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ അദ്ദേഹം വാങ്ങിച്ച 10,000 വോട്ട് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഐഷ പുറ്റിയുടെ അക്കൗണ്ടിലേക്ക് എത്തും. അല്ല, നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐഷ പോറ്റി മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ പാർട്ടി മാറുന്നതിന് മുമ്പിട്ട് വരെ ബാലഗോപാൽ കോൺഫിഡൻസിലായിരുന്നു, ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു, അടാറ് കോൺഫിഡൻസിലായിരുന്നു. ആ കോൺഫിഡൻസ് പൊളിഞ്ഞത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഷ പോറ്റി പാർട്ടി മാറി UDFിനോടൊപ്പം നിന്ന് UDFിൽ നിന്നും മത്സരിക്കും എന്നൊരു പ്രതീതി വന്ന സമയത്ത് അദ്ദേഹം പല പദ്ധതികളും കൊട്ടാരക്കര വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അല്ലെങ്കിൽ കൊട്ടാരക്കര നമുക്കറിയാവുന്ന പോലെ തന്നെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു എന്ന് പറയുമ്പോഴും ഐഷ പോറ്റിയുടെ വികസനങ്ങൾ ഒന്നുകൂടി പോളിഷ് ചെയ്ത് കൊട്ടാരക്കരയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. അതെ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ബാലഗോപാലിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ജനവികാരം അനുസരിച്ച് നിലവിൽ ബാലഗോപാലിനെതിരാണ് ഗാലറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ NSSന്റെ വിഷയമാണെങ്കിൽ പോലും. അതേപോലെ തന്നെ മറ്റൊരാളാണ് KB ഗണേഷ് കുമാർ, പത്തനാപുരത്തു നിന്നുള്ള ഗതാഗത മന്ത്രിയാണ്. ഗതാഗത മന്ത്രിയെ സംബന്ധിച്ച് ഗതാഗത മന്ത്രി തോൽക്കില്ല എന്നുള്ള കോൺഫിഡൻസിലാണ്. ഇനി 25 കൊല്ലമായി ഞാൻ അവിടെ നിൽക്കുകയാണ്, എൻ്റെ അടുത്ത് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. ഇപ്പോൾ നമ്മൾ പിണറായി വിജയന്റെ ബോർഡൊക്കെ കണ്ടില്ലേ, LDF അല്ലാതെ മറ്റാര് അല്ലേ? അതേപോലെയാണ് ഗണേഷ് കുമാർ, ഞാനല്ലാതെ വേറെ ആരുടെ പത്തനാപുരത്തുള്ളത് എന്നുള്ളൊരു ചോദ്യം ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടായിരുന്നു. NSS ഗണേഷ് കുമാറിനെതിരായിരുന്നു. NSSന്റെ പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നു. അതുപോലും താലൂക്ക് യൂണിയൻ കമ്മിറ്റി 13 പേരും ഗണേഷ് കുമാറിന് എതിരാകുന്ന സാഹചര്യം ഉണ്ടായി. അഡോക് കമ്മിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഗണേഷ് കുമാറിന് എതിരായിട്ട് വരുന്നൊരു സാഹചര്യം വന്നു. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി വലിയൊരു ഫാക്ടറായിട്ട് വന്നു. ജ്യോതികുമാർ ചമകല 5 കൊല്ലം അവിടെ നിന്ന് അടിത്തട്ടിൽ പണിയെടുത്തതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 14,000 വോട്ടിനാണ് ഗണേഷ് കുമാർ വിജയിക്കുന്നത്. ആ 14,000 വോട്ട് ഇല്ലാതാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു ജനവികാരമാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു സംശയം ചോദിക്കാം, ചിലപ്പോൾ അത് അസ്ഥാനത്തായിരിക്കാം. ഇപ്പോൾ ഭരണം ഉള്ളതുകൊണ്ടാണല്ലോ LDFിൽ കേരള കോൺഗ്രസ് പി ഗണേഷ് കുമാർ നിൽക്കുന്നത്. ഭരണം കിട്ടുമ്പോൾ ഗണേഷ് കുമാർ നേരെ കോൺഗ്രസിലേക്ക് ലയനം പിടിക്കാനോ അല്ലെങ്കിൽ സഖ്യത്തിനോ വേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? സ്വാഭാവികമാണ്, വരുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നേനെ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും ഗണേഷ് കുമാറിനെ കാരണം ഉമ്മൻചാണ്ടി സർക്കാരിലും പിണറായി വിജയൻ സർക്കാരിലും ഒരുപോലെ മന്ത്രിയായിട്ടുള്ള ഒരാളാണ് KB ഗണേഷ് കുമാർ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന മുഖം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ മുഖം മറക്കാൻ കേരളത്തിലെ ജനങ്ങളാരും അല്ലെങ്കിൽ UDFിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആരും തന്നെ തയ്യാറാകത്തില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയെ വഞ്ചിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് പാർട്ടി നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കെതിരെ തിരിയാനും ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനും ഒരു കൂട്ടം ജനങ്ങൾ അവിടെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും നടക്കാത്ത ഗണേഷ് കുമാറിൻ്റെ ഒരു മോഹം മാത്രമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരാളാണ് ചിഞ്ചു റാണി ചടയമംഗലത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. CPയുടെ മന്ത്രിയാണ്. അവിടെ മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ജനവികാരം അവിടെ നിറയെ. ചിഞ്ചു റാണി മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, മന്ത്രിസഭയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്കും ഓരോ പദ്ധതികളായിട്ട് പോകുന്നു. പക്ഷേ സ്വന്തം നാടിന് ഒരു MLA എന്ന നിലയ്ക്ക് യാതൊരുവിധ പ്രവർത്തനമോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഒരു 3 മാസത്തിനുള്ളിൽ എന്താ പറയുക, എണ്ണിപ്പിറക്കി എന്നുള്ള രീതിയിൽ തിടുക്കത്തിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി. പക്ഷെ അതൊന്നും നാട്ടുകാർക്ക് അത് തൃപ്തികരമാണെന്നില്ല. അല്ല, ഈ LDF ഭരിക്കുന്ന അല്ലെങ്കിൽ LDFിന് ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങൾ എടുത്തു വെച്ച് നോക്കൂ. ആ മണ്ഡലങ്ങളിൽ വളരെ ശോകം അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ധർമ്മടത്ത്, പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടത്ത് സ്കൂളിൽ പോളിങ്ങിന് പോയിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർ
ഒരു പോസ്റ്റ് എഴുതിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സ്കൂളിൽ അവർക്ക് പോയിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. മാലിന്യങ്ങൾ കൊണ്ടും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടും മോശമായ ക്ലാസ് റൂമുകൾ കൊണ്ടും അവിടെ പോയിരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ആ സ്കൂളിനുള്ളതെന്ന്. അല്ല, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇല്ലെന്ന് പറഞ്ഞാൽ അതിലും വലിയ ഇതില്ല, ഇത് നാണക്കേടില്ല. ഇത് പോസ്റ്റ് ഇട്ടേക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ്. ആരുടെ മണ്ഡലത്തിലാണ്? മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. ഇപ്പോൾ വേറെ ആരുടെയും മണ്ഡലത്തിലല്ല, മുഖ്യന്റെ മണ്ഡലത്തിലെ ധർമ്മടത്ത് നിന്നാണ് അവർ പോസ്റ്റ് ഇട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇത് തന്നെയാണ് LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം. പാർട്ടിയാണ് പാർട്ടിയാണ് പാർട്ടിയാണ്, പാർട്ടി ഒന്നും ചെയ്യുന്നുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അവിടെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അവിടുത്തെ പാർട്ടിയും കോട്ടയും ശക്തിയും എല്ലാം. പാർട്ടി സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പാർട്ടി അണികളാണ്, പാർട്ടിയുടെ ജനങ്ങളാണ്. പക്ഷേ വികസനമില്ലെങ്കിൽ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ ജനങ്ങൾ തിരിയും. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയാൻ വേണ്ടി അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് വീണ ജോർജ്, ആരോഗ്യമന്ത്രി. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു അല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യമന്ത്രി തോൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം വലിയൊരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ വോട്ട് വാങ്ങിച്ചാണ് ആറന്മുളയിൽ വീണ ജോർജ് വിജയിച്ചത് എന്നുള്ള കുറേ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം മാറാൻ പോകുന്നത് കുമ്മനം രാജശേഖരനാണ് അവിടെ BJP സ്ഥാനാർത്ഥി. അദ്ദേഹം അത്യാവശ്യം നല്ല വോട്ട് വാങ്ങിക്കും. ആ വോട്ട് എതിരായി മാറാൻ പോകുന്നത് വീണ ജോർജിനായിരിക്കും. അത് മാത്രമല്ല, അവസാന ലാപ്പിൽ വീണ ജോർജ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, എന്തിന് കഴുത്തിൽ ബാൻഡേജും കെട്ടി നടന്നതും ICUയിൽ പോയി കിടന്നതും പാവപ്പെട്ട KSU പ്രവർത്തകരെ അവരെ കൊല്ലാൻ ആഹ്വാനം ചെയ്തതും. അത് മാത്രമല്ല, ഇപ്പോൾ ആ ഒരു അബിൻ വർക്കിക്ക് വേണ്ടി, അതായത് വീണ ജോർജിനെതിരെ നേരിട്ട് വന്നത് ഹർഷിന, വയറ്റിൽ കത്രിക ഒരുങ്ങിയത്. അത് മാത്രമല്ല, ഒരുപാട് നാൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ സമരം കിടന്ന ആശാപ്രവർത്തകർ, ആശമാർ, ഇവരുടെ എല്ലാം വികാരം ഈ വീണ ജോർജ് എന്ന മന്ത്രിക്ക് എതിരാണ്. ഇതെല്ലാം ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ വീണ ജോർജിന് അടി കിട്ടിയാൽ. എനിക്ക് എപ്പോഴും തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ ജോർജ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കപ്പിത്താനും കപ്പലും മൊത്തത്തിൽ മുങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ രീതിയിൽ ഭൂരിപക്ഷം കുറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ പിണറായി വിജയനും പതറിയേക്ക എന്നുള്ളൊരു സൂചനയും ഉണ്ട്. അത് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പാർട്ടി കോട്ടയാണ് ധർമ്മടം എന്ന് പറയുന്നത്. അവിടുന്ന് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുന്നത് അബ്ദുൾ റഷീദ് VP ആണ്. അങ്ങനെ വിജയിച്ച് വരികയാണെങ്കിൽ റഷീദ് ഒരു താരമായിട്ടായിരിക്കും വിജയിച്ചത്. അല്ല, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ്. ഭൂരിപക്ഷം മതി. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയത് ഏകദേശം 97,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ വോട്ട് പകുതിയായിട്ട് കുറച്ചാൽ മതി. അദ്ദേഹം 1 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. അത് പകുതിയായിട്ട് കുറച്ചു കഴിഞ്ഞാൽ തന്നെ അബ്ദുൾ റഷീദ് VP ഒരു താരമായിരിക്കും കേരളത്തിൻ്റെ. അപ്പോൾ അത്തരത്തിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ വീണ ജോർജിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ കപ്പൽ മുക്കിയത് വീണ ജോർജ് ആയിരിക്കും. കപ്പലിന് കപ്പിത്താൻ ഉണ്ടെങ്കിലും കപ്പൽ മുക്കാൻ ഒരു ആണിക്കല്ലായി മാറുന്നത് വീണ ജോർജ് ആണ്. അതായത് അവസാന ലാപ്പിലാണെങ്കിലും ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ മേഖല മൊത്തത്തിൽ ഇത്രയും വലിയ ചർച്ചാ വിഷയമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വീണ ജോർജിൻ്റെ ഓരോ നിലപാടുകളുമായിരുന്നു. അവസാനം കപ്പൽ മുക്കാൻ വീണ ജോർജ് വേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം.